സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് പാമ്പ് കടിയേറ്റു. 2 പേർക്ക് പാമ്പ് കടിയേറ്റ കോഴിക്കോട് ജില്ലയിൽ ഒരു വീട്ടിൽ നിന്ന് മാത്രം ഉഗ്രവിഷമുള്ള 5 പാമ്പുകളെ കണ്ടെത്തി. ചൂട് വർദ്ധിച്ചതോടെ തണുപ്പ് തേടിയാണ് ഇഴജന്തുക്കൾ വീട്ടിനകത്തേക്ക് വരുന്നതെന്നും ജാഗ്രത പാലിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വീടിനുള്ളിലും കിടപ്പുമുറിയിലും വരെ വിഷപ്പാമ്പുകളെ കാണുന്നതാണ് ഭീതിയാകുന്നത്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലെല്ലാം ഇന്ന് ആളുകൾക്ക് പാമ്പ് കടിയേറ്റു. ഇന്ന് രാവിലെ പാമ്പ് കടിയേറ്റ മലപ്പുറം എടപ്പാൾ സ്വദേശി ഷാഹില തസ്നി കുന്നംകുളം മലങ്കര ആശുപത്രി ICUവിൽ ചികിത്സയിലാണ്. കോഴിക്കോട് പൂനൂർ സ്വദേശി മുഹമ്മദ് അൻസാറിന് ഇന്ന് പുലർച്ചെ സ്വന്തം കിടപ്പുമുറിയിൽ നിന്നാണ് കടിയേറ്റത്. കിടന്നുറങ്ങിയ സമയത്ത് ഒരു 2 മണിയായപ്പോൾ എനിക്കൊരു കോള് വന്നു. അപ്പോൾ കോൾ എടുത്ത സമയത്ത് കാലുമൽ എന്തോ ഒന്ന് ഇങ്ങനെ ചുറ്റി നിൽക്കുമ്പോഴാ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ഓൺ ആക്കി പുതപ്പ് മാറ്റിയപ്പോൾ പാമ്പ്. കോഴിക്കോട് പേരാമ്പ്രയിലും യുവതിക്ക് പാമ്പ് കടിയേറ്റു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ പ്രസീത എന്ന യുവതിക്കും സനീഷ് എന്ന യുവാവിനും പാമ്പ് കടിയേറ്റു. തിരുവനന്തപുരം ചിറയിൻകീഴിൽ 64 വയസ്സുകാരനായ ഭുവനചന്ദ്രനും പാമ്പ് കടിയേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് കുറ്റ്യാടിയിൽ രമേശ് എന്നയാളുടെ വീട്ടിൽ കുട്ടികൾ ഉറങ്ങിക്കിടന്ന കിടക്കയിൽ നിന്നാണ് ഉഗ്രവിഷമുള്ള വെള്ളിക്കട്ടൻ പാമ്പുകളെ കണ്ടെത്തിയത്. തലവെക്കുന്ന ഭാഗത്തുനിന്നാണ് കണ്ടത്. എന്തോ ഭാഗ്യത്തിന് ആ മക്കളെ ഒന്നും ചെയ്യാണ്ടിരുന്നത്. 2 വയസ്സുള്ള 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളും 1 വയസ്സുള്ള ഒരു മോനുമാണ്. പിന്നെ വൈകിട്ട് 4 മണിയോടെ രണ്ടാമത് കാണുന്നത്. അതിന്റെ മുന്നേ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വീടും പരിസരവും എല്ലാം മൊത്തത്തിൽ നോക്കി. മൂവാറ്റുപുഴയിൽ അടുക്കളയിൽ ഇരവിഴുങ്ങിയ നിലയിൽ മൂർഖനെ കണ്ടെത്തിയപ്പോൾ കണ്ണൂർ താഴെ ചൊവ്വയിൽ പഴക്കടയിലെ കുലകൾക്കിടയിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. കോഴിക്കോട് മാവൂർ, നരിക്കുനി, കാരശ്ശേരി എന്നിവിടങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് പാമ്പുകളെ പിടികൂടി. കഴിഞ്ഞ ദിവസം മാത്രം റിപ്പോർട്ട് ചെയ്ത 23 കേസുകൾക്ക് പുറമെ പാമ്പ് കടിച്ചു എന്ന് സംശയിക്കുന്ന 9 കേസുകൾ കൂടി നിലവിലുണ്ട്. വേനൽ കടുക്കുന്നതോടെ പാമ്പുകൾ തണുപ്പ് തേടി വീടുകളിലേക്ക് കയറാനുള്ള സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പും മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 കോഴിക്കോട്.